ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC കഫേൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂ SCERT സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്ത് നിൽപ്പും എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു തീർക്കാനുണ്ട്. ഈ ഒരു ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഓരോ ക്ലാസ് വൈസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ പറ്റും. 7ാം ക്ലാസ്സിൻ്റെ ഒരെണ്ണം, 8ൻ്റെ പ്ലേലിസ്റ്റ് വേറെ, 9ൻ്റെത് വേറെ, അങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, എന്തായാലും വൈകിക്കാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. നല്ല മഴയും ഇടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഇതായിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ളൊരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. അതായത് ഈ യൂറോപ്യന്മാർ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വഴിയെ നോക്കാം. അവർ ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങളുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പോൾ ഈ യൂറോപ്യന്മാർ എന്തുകൊണ്ടാണ് കടൽ മാർഗം അവർ എടുത്തത്, എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? ഒന്ന്, അവർ യൂറോപ്യന്മാർ കടൽ മാർഗം ഇപ്പം നമ്മുടെ ഇന്ത്യയിലെത്തിയ ആ ഒരു കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവരെന്തുകൊണ്ടായിരിക്കാം അങ്ങോട്ട് വരുന്നത്? ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ യൂറോപ്പിൽ കുരുമുളകിന് ഭയങ്കര ഡിമാൻഡ്, ഭയങ്കര അത്യാവശ്യം, കച്ചവട സാധ്യത വളരെ കൂടുതലാണ് കുരുമുളകിന്. അതുപോലെ തന്നെ ഓരോ പുതിയ പ്രദേശങ്ങൾ ഈ സഞ്ചാരികളൊക്കെ വന്നു പോകുമ്പോൾ അവർ അവരുടെ യാത്രാ വിവരണങ്ങളിൽ എഴുതും, അവിടെ ഇന്ന സാധനമുണ്ട്, ഇന്നതുണ്ട്, വളരെ നല്ലതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇവരിതേപോലെ വരും. അതുപോലെ തന്നെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കിയത്. എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നമ്മൾ ഈ പാഠത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഈ യൂറോപ്യന്മാർക്ക് കപ്പൽ യാത്ര, അതുപോലെ തന്നെ അവർക്ക് ഭൂപടവുമായി റിലേറ്റ് ചെയ്ത് വളരെയധികം പരിജ്ഞാനമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാലാണ് അവർ കൂടുതലും കടൽ മാർഗം, കപ്പൽ മാർഗത്തിലൂടെയെല്ലാം അവർ ഈ ഒരു യാത്രയിലേക്ക് തിരിച്ചത്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ലൈനുമായി റിലേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പും PYQs ആയിട്ട്. ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരാണ്? ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ആദ്യത്തെ വിദേശികൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറബികളാണ്. ഓക്കെ, അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാരായിരുന്നു. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. നമുക്ക് വളരെ പരിചിതമായ ഒരു പേരാണ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. നമ്മൾ പറഞ്ഞു തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതും ഒരു കാരണമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നമുക്ക് നോക്കാം. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ കരമാർഗം, ഇവർക്ക് ഈ വ്യാപാരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കരമാർഗത്തിലൂടെ പോയിരുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് ഇവർ കരമാർഗത്തിലൂടെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അത് ഇവർ അടച്ചു. ഓക്കെ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ അടച്ചു. അപ്പോൾ പിന്നെ അവർക്ക് എന്താ പറയുക, കപ്പലിലൂടെ തന്നെ പോകാനേ പറ്റുമായിരുന്നുള്ളൂ. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പോൾ ഇതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ കരമാർഗത്തിലുള്ള വ്യാപാര ബന്ധത്തിന് അവർ യൂസ് ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു. 1453 തുർക്കികൾ ഈ ഒരു സ്ഥലം പിടിച്ചടക്കുകയും ചെയ്തു. നമുക്ക് ടെക്സ്റ്റിൽ വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഭൂപടം തന്നിട്ടുണ്ട്.
ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ലിസ്ബൺ, പോർച്ചുഗലിലെ ലിസ്ബൺ, അവിടെ നിന്ന് ഇവർ യാത്ര തുടങ്ങി ശുഭപ്രതീക്ഷ മുനമ്പ് വഴി അങ്ങനെ കറങ്ങിയാണ് ഇവർ കണ്ണൂർ, കോഴിക്കോട് എത്തുന്നത്. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ അവരെവിടെ എത്തുന്നു? ഇന്ത്യൻ സമുദ്രത്തിലൂടെ എവിടെ എത്തുന്നു? കോഴിക്കോട്. അപ്പോൾ ലിസ്ബണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി അവരെത്തുന്നത് കോഴിക്കോടാണ്. വാസ്കോഡഗാമയുടെ യാത്രേൻ്റെ ഒരു ഭൂപടമാണ് തന്നിട്ടുള്ളത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത്. നമ്മൾ പറഞ്ഞു തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് എപ്പോഴാണ്? 1453 പറഞ്ഞു. 1498 ഏത് വർഷമാണ്? 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന പ്രദേശത്ത് അല്ലെങ്കിൽ സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. സാമൂതിരി അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. അപ്പോൾ വാസ്കോഡഗാമ ആദ്യം വരുന്നത് എവിടെയാണ്? കോഴിക്കോട് കാപ്പാടുള്ള. അപ്പോൾ അവിടെ സാമൂതിരി ഉണ്ട്. സാമൂതിരിയോട് പറയണേണ്, നിങ്ങൾ അറബികൾ, അതായത് ഇവർ വരുന്നതിന് മുമ്പ്, പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വാസ്കോഡഗാമ വരുന്നതിന് മുമ്പ് അറബികളുമായിട്ടാണ് ഇവർ ഈ കച്ചവടമൊക്കെ നടന്നിരുന്നത്, വ്യാപാര അനുമതി. അപ്പോൾ ഇവരോട് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി അറബികളിൽ നിന്ന് വാങ്ങിക്കരുത്, ഞങ്ങളായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും അനുസരിക്കോ? ഇല്ല. അപ്പം ഈ ഒരു സാമൂതിരി അത് അംഗീകരിച്ചില്ല. എന്ത് ചെയ്ത്? ഗാമ നേരെ കണ്ണൂരിൽ പോയി. കണ്ണൂരിൽ ആരാണ്? കോലത്തിരിയാണുള്ളത്. കോലത്തിരിയുമായിട്ട് അവരൊരു വ്യാപാര ബന്ധമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അവർ കുരുമുളകാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്ന സാധനം. അവരതുമായിട്ട് പോർച്ചുഗലിലേക്ക് മടങ്ങി. ഇവർ ഈ യാത്ര ചെയ്ത് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം, എത്ര ഇരട്ടിയാണ്? 60 ഇരട്ടിയിലധികം ചരക്കുകൾ ഇന്ത്യയിൽ നിന്നും ഗാമ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവനായിരുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നായിരുന്നു. അപ്പം ആരുടെ നാവിക തലവനാണ് കുഞ്ഞാലി മരക്കാർ? സാമൂതിരിയുടെ നാവിക തലവന്മാരെയാണ് നമ്മൾ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്നും കാര്യമായ ഭീഷണി ഉണ്ടായില്ല. നമ്മൾ പറഞ്ഞു 1498 കോഴിക്കോട് കാപ്പാടാണ് വാസ്കോഡഗാമ വന്നത്. അദ്ദേഹം ആദ്യം സാമൂതിരിനെ കാണുന്നു. സാമൂതിരിയായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല. അദ്ദേഹം പിന്നെ കണ്ണൂർ കോലത്തിരിൻ്റെ അടുത്ത് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഇതിലൂടെ ഇങ്ങോട്ട് വന്നതിൻ്റെ ചെലവിൻ്റെ 60 ഇരട്ടിയോളം കുരുമുളക് ആ ഒരു ലാഭത്തോടു കൂടിയാണ് അയാൾ ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്നതെന്ന് പറയുന്നു. വീണ്ടും ഇവർ ഇന്ത്യയിലോട്ട് തന്നെ വരുന്നു. അങ്ങനെ സാമൂതിരിയുടെ നാവിക തലവനായ കുഞ്ഞാലി മരക്കാരുമായിട്ട് ഓരോ പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗാമയുടെ കപ്പലുകൾ. ഗാമ പോർച്ചുഗീസിൽ നിന്നും ഇവിടെ കോഴിക്കോട് എത്തിയപ്പോൾ വന്ന കപ്പലുകൾ ഏതൊക്കെയാണെന്നാണ് സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബേറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. എത്ര കപ്പലുകൾ? 3 കപ്പലുകൾ. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബേറിയോ. അപ്പം ഗബ്രിയേൽ, റാഫേൽ, ബേറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇത് ടെക്സ്റ്റിൽ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ബോക്സിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പ്രസ്താവന രീതിയിലാണെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു സാമൂതിരിയുടെ നാവിക തലവന്മാരാണ് കുഞ്ഞാലി മരക്കാറെന്ന്. അപ്പം കുഞ്ഞാലി മരക്കാർമാരെ പറ്റി നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ബോക്സാണ്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നതൊരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. അപ്പം കുഞ്ഞാലി മരക്കാർമാർ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി
ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തതാരായിരുന്നു? എത്രാമത്തെ കുഞ്ഞാലിയാണ്? കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. പ്രസ്താവന രീതിയിലൊക്കെ നമുക്ക് ഈ ചോദ്യങ്ങൾ വരും. ചാലിയങ്കോട്ട, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി നാലാമനാണ്. തെറ്റല്ലേ? നാലാമനാണോ? അല്ല, മൂന്നാമനാണ്. ആരെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്? കുഞ്ഞാലി മരക്കാറ് നാലാമനെയാണ് അല്ലേ? നാലാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വളരെ നല്ല എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരെന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അടുത്ത പിക്ചർ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന വാക്കുകളാണ് മേശ, കസേര, അലമാര, പേന, ജനൽ, ചാക്ക്, ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിൽ ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ് എന്ന് പറയും. പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയ പരിചയപ്പെടുത്തി. അതായത് ഈ പേരുകളൊക്കെ പോർച്ചുഗീസുകാരുടേതാണ്. അപ്പം നമ്മൾ നേരത്തെ മേശ, കസേര, അലമാര, പേന, ചാക്ക്, ജനലൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ, കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ് ഇതൊക്കെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ ഒരു പദങ്ങളൊക്കെ മലയാളത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മാനുവൽ കോട്ടയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട് ചിത്രത്തിൽ. മാനുവൽ കോട്ട. ഓക്കെ. നമ്മൾ കണ്ട മാനുവൽ കോട്ടയുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. എവിടത്തെയാണ്? കേരളത്തിലെ അല്ല, ഇന്ത്യയിൽ വെച്ച് തന്നെ ആദ്യത്തെ യൂറോപ്യന്മാരുടെ കോട്ട മാനുവൽ കോട്ട എവിടെ സ്ഥാപിച്ചു? കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. നോക്കിക്കേ, ഈ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? കൊച്ചിയുണ്ട്, പിന്നെ ഗോവയുണ്ട്, ദാമൻ, ദിയു. ഇവർ 4 എണ്ണം കൊച്ചി, ഗോവ, ദാമൻ, ദിയു ഇത്രയുമാണ് പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിൻ്റെ കീഴിലായ പ്രദേശങ്ങളെന്ന് പറയണത്. ക്ലിയർ ആയല്ലോ? ഇനി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. പോർച്ചുഗീസുകാരാണ് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത്. ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഭാഷകൾ. അപ്പോൾ മേശ, കസേര, അതുപോലെ തന്നെ കശുമാവ്, പപ്പായ ഇതൊക്കെ. പിന്നെ നമ്മൾ മാനുവൽ കോട്ടേൻ്റെ ഒരു ചിത്രം കണ്ട്. മാനുവൽ കോട്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ്. അതെവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഉള്ള ഒരു പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. പിന്നെ പോർച്ചുഗീസുകാരാണ് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത്. അതുപോലെ തന്നെ ചവിട്ട് നാടകം, മാർഗംകളി എന്നീ കലാരൂപങ്ങളും, പിന്നെ യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം, യൂറോപ്യൻ പടക്കോപ്പ്, യുദ്ധമുറ, ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഈ പോയിൻറ്റ്സൊക്കെ ഓർത്ത് വെക്കേണ്ടതാണ്. പോർച്ചുഗീസുകാരുടെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ഡച്ചുകാരെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അവരെന്താണെന്ന് നോക്കാം, പഠിക്കാം. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു. അതായത് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം പിന്നെ ഇന്ത്യയിലോട്ട് വന്നത് ഹോളണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ നെതർലാൻഡ് എന്ന് പറയും. നെതർലാൻഡ് ഇല്ല നമ്മുടെ. അപ്പോൾ ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡിൽ നിന്നുള്ളവരായിരുന്നു. ഇവരറിയപ്പെട്ടിരുന്നത് എന്താണ്? ഡച്ചുകാരെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഡച്ചുകാരെന്നറിയപ്പെടുന്നത് ഹോളണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നെതർലാൻഡിൽ നിന്നും വന്നിട്ടുള്ള ആളുകളെയാണ് ഡച്ചുകാരെന്നറിയപ്പെടുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യം. നോക്കൂ, നമ്മൾ പോർച്ചുഗീസുകാരുടെ കാര്യം പറഞ്ഞു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു ആണ് പോർച്ചുഗീസുകാരുടേത്. ഡച്ചുകാരുടെ എന്ന് വരുമ്പോൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര ഏതൊക്കെയാണ്? ഡച്ചുകാരുടെ ആണെങ്കിൽ നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്,
ചിൻസുര. മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു തവണയും കൂടി ഞാൻ പറയാം, അതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറയണം. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇത് ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരാണെങ്കിൽ കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഇനി ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഇവയെന്ന് നമ്മൾ പറഞ്ഞു. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് അല്ലേ. വാസ്കോഡഗാമ വന്നു. പക്ഷേ ഈ കച്ചവടത്തിൻ്റെ കാര്യങ്ങൾക്കാണല്ലോ ഇവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ കച്ചവടത്തിൻ്റെ ആധിപത്യത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. നമുക്ക് ചിത്രത്തിൽ കുളച്ചൽ യുദ്ധ സ്മാരകം എന്നും പറഞ്ഞ് ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കുളച്ചൽ യുദ്ധം എന്ന് നമുക്ക് നോക്കാം. 1741 വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ നോക്കിക്കേ, എപ്പോഴാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741. ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ചേർന്ന് 1741 കുളച്ചൽ യുദ്ധം നടന്നത്. എവിടെയാണ്? കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച്. ഈ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ ആധിപത്യം നഷ്ടപ്പെട്ടത് ആരുടെ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഡച്ചുകാരുടെ ഇന്ത്യയിലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടത്? 1741 നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള കുളച്ചൽ യുദ്ധത്തിലാണ്. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. PYQ കണ്ടിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു യൂറോപ്യൻ ശക്തി, അതായത് ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ആരൊക്കെ തമ്മിലാണ്? തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു ബോക്സ് എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഒരു പാരഗ്രാഫും ഉണ്ട്, ഒരു ചിത്രവും ഉണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. അപ്പം ഹോർത്തൂസ് മലബാറിക്കസ് ആരാണ് സംഭാവന ചെയ്തത്? ഡച്ചുകാർ. ഓക്കെ, കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അവ എത്ര സസ്യങ്ങളെയാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച്. 742 സസ്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ആരാണ് രചിച്ചത്? ഹെൻറിക് വാൻ റീഡ്. ഓക്കെ, റീഡിൽ കണക്ട് ചെയ്യുക. ഹോർത്തൂസ് മലബാറിക്കസ് ഹെൻറിക് വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു രചന രൂപം കൊണ്ടത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ഒരാളുണ്ട്. അവരുടെ പേരാണ്, അതൊരു മലയാളി വൈദ്യനാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇട്ടി അച്യുതൻ എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ 742 ഔഷധ സസ്യങ്ങളുണ്ട്. ആരാണിത് നേതൃത്വം നൽകിയത്? ഈ ഒരു രചന രൂപം നൽകിയത് ആരാണ്? ഹെൻറിക് വാൻ റീഡാണ്. വാൻ റീഡിനെ സഹായിച്ച വ്യക്തി ആരാണ്? ഇട്ടി അച്യുതൻ. അദ്ദേഹം ഒരു മലയാളി വൈദ്യനാണ്. ഇത്ര നമ്മൾ നോക്കി. അതുപോലെ തന്നെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി.
അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇട്ടി അച്യുതൻ കൂടാതെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ പങ്കാളികളായവരാണ്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പം മലയാള അക്ഷരം അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി, ഏത് കൃതി? ഹോർത്തൂസ് മലബാറിക്കസ്, അത് വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. KS മണിലാലാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ ഒരു കൃതിയെ വിവർത്തനം ചെയ്ത വ്യക്തിയാണ് KS മണിലാൽ. KS മണിലാൽ. അപ്പോൾ നമുക്ക് ഹോർത്തൂസ് മലബാറിക്കസിലെ പോയിന്റ്സ് ഒന്നും കൂടി പറയാം. ഹോർത്തൂസ് മലബാറിക്കസ് കൊണ്ടുവന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ 742 ഔഷധങ്ങളെ പറ്റിയാണ് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതാരാണ് എഴുതി തയ്യാറാക്കിയത്? ഹെൻറി വാൻഡ്രീഡ് ആണ് ഇത് എഴുതി തയ്യാറാക്കിയത്. വാൻഡ്രീഡിനെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം. മലയാള അക്ഷരങ്ങൾ ആദ്യമായിട്ട് അച്ചടിയിൽ ആദ്യത്തെ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇത് മലയാളം, ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജ്, എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? ഡോക്ടർ KS മണിലാൽ. KS മണിലാൽ. ഇതിലെ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ പറഞ്ഞു ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത് വാൻഡ്രീഡ്, ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ വാൻഡ്രീഡിനെ സഹായിച്ചൊരു മലയാളി വൈദ്യനാണെന്ന്. ഇട്ടി അച്യുതനെ പറ്റി ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അപ്പോൾ ഇവിടെയാണ് ആലപ്പുഴ ജില്ല, താലൂക്ക് ചേർത്തല, അതുപോലെ തന്നെ ഗ്രാമം കടക്കരപ്പള്ളി. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് ഈ ഒരു ഇട്ടി അച്യുതൻ എന്ന വൈദ്യൻ ജനിച്ചത്. ഏതാണ് ജില്ല? ആലപ്പുഴ, താലൂക്ക് ചേർത്തല, ഗ്രാമം കടക്കരപ്പള്ളി. അപ്പോൾ ഇട്ടി അച്യുതൻ വാൻഡ്രീഡിനെ സഹായിച്ചു ഹോർത്തൂസ് മലബാറിക്കസ് രൂപം നൽകുന്നതിന്. നമ്മൾ പോർച്ചുഗീസുകാരെ കണ്ടു ആദ്യം വന്നത്. പിന്നെ വന്നത് ആരാണ്? ഡച്ചുകാരാണ്. നെതർലാൻഡിൽ, ഹോളണ്ടിൽ നിന്നുള്ള യൂറോപ്യൻസ്, അവരാണ് ഡച്ചുകാരെന്ന് പറയുന്നത്. ഡച്ചുകാർ 1744 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ പറ്റിയാണ്. ഫ്രഞ്ചുകാരെ പറ്റി. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ നമ്മൾ ഇംഗ്ലീഷുകാരെന്ന് പറയും. ഓക്കെ. പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിന് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. നോക്കിക്കേ, ആദ്യം പോർച്ചുഗീസുകാർ, പിന്നെ വന്നത് ആരാണ്? ഡച്ചുകാർ, പിന്നെ വന്നത് ബ്രിട്ടീഷുകാർ. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഫ്രഞ്ചുകാർ വരുന്നത്. പണ്ട് മുതലേ ഉള്ള കോഡാണ് പോഡാ ബീഫെ എന്നുള്ളത്. പോ ഫോർ പോർച്ചുഗൽ, ഡാ ഫോർ ഡച്ചുകാർ, ബി ഫോർ ബ്രിട്ടീഷുകാർ, ഫേ ഫോർ ഫ്രഞ്ച്. ഓക്കെ. പോഡാ ബീഫെ എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡറാണ്. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. ഓക്കെ. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ വന്നു കഴിയുമ്പോൾ ഈ ബ്രിട്ടീഷുകാരുണ്ടായിരിക്കും, ബ്രിട്ടീഷുകാർക്ക് ശേഷം വരുന്ന ഫ്രഞ്ചുകാരുണ്ടായിരിക്കും. അപ്പോൾ അവർ തമ്മിലൊരു അടിയാകും. ആ ഒരു അടിയാണ്, അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നോ? ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. ആര് ജയിക്കും? ബ്രിട്ടീഷുകാരാണ് ജയിക്കുന്നത്. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, പഴയ പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പം നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാർക്ക് ഏതൊക്കെ സ്ഥലമായിരുന്നു? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഇനി നമ്മുടെ ഡച്ചുകാർക്കായിരുന്നെങ്കിൽ എവിടെയായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇനി ഫ്രഞ്ചുകാർക്കാണെങ്കിൽ എവിടെയാണ്? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. ഈ പ്രദേശങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോരുത്തരുടെ ആധിപത്യം ഉണ്ടായ ഏരിയ. പോർച്ചുഗീസുകാരാണെങ്കിൽ കൊച്ചി, ദാമൻ, ദിയു, ഗോവ.
ഡച്ചുകാരാണെങ്കിൽ നാഗപട്ടണം, അതുപോലെ തന്നെ ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഫ്രഞ്ചുകാരാണെങ്കിൽ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇനി നമുക്ക് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അതിലും ഇതിൻ്റെ അധീനത പ്രദേശങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൽ റെഡ് കളറിൽ പോർച്ചുഗീസും നീല കളറിൽ ഡച്ചും പച്ച കളറിൽ ഫ്രഞ്ചിനെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പോർച്ചുഗീസുകാരാണെങ്കിൽ കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഡച്ചുകാരാണെങ്കിൽ നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഫ്രഞ്ചുകാരാണെങ്കിൽ പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി. ഇത്രയും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും നിങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. കർണാട്ടിക് യുദ്ധങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. കർണാട്ടിക് യുദ്ധങ്ങളെ പറ്റി നമ്മുടെ പാഠഭാഗത്ത് തന്നിട്ടുള്ള ബോക്സ് നോക്കാം. കർണാട്ടിക് യുദ്ധങ്ങൾ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അതായത് ഏതൊക്കെ സ്ഥലങ്ങളുടെയാണ്? തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവും. ഇനി ഈ മേഖലയാണ് നമ്മൾ കർണാട്ടിക് എന്ന് പറയുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. എത്ര കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നു? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആ ഒരു യുദ്ധം എത്ര പ്രാവശ്യമാണ് നടന്നത്? 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് തമിഴ്നാടിൻ്റെ ഭൂരിഭാഗവും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ ഭാഗങ്ങളും ചേർന്നിട്ടാണ് കർണാട്ടിക് യുദ്ധങ്ങളെല്ലാം നടന്നത്. ഇനി നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കാം. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൻ്റെ ആരംഭത്തിൽ ചർച്ച ചെയ്തു. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തിനാണ്? ഈ ഏഷ്യയിലെ വ്യാപാര ബന്ധത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എപ്പോഴാണ്? 1600 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസൺ അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്നും അനുമതി നേടി. ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടത്തോളം അല്ലെങ്കിൽ കച്ചവടത്താവളം അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, ചെന്നൈ, ബോംബെ, മുംബൈ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ആ ഒരു കർണാട്ടിക് യുദ്ധങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റിയാണ്. 1600 ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത്. ഈ ഒരു കമ്പനിയുടെ പ്രതിനിധി ആരാണ്? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസൺ ആണ്. വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്നും അനുമതി നേടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇനി നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെ. അപ്പോൾ നമുക്ക് പറയാം പ്ലാസി യുദ്ധം ഏത് വർഷമാണ്? 1757 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത്. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ആര് പരാജയപ്പെടുത്തി? ബംഗാളിലെ നവാബായിരുന്നു സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവ് ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു പ്ലാസി യുദ്ധത്തിൽ പ്രധാനമായിട്ടുണ്ടായവർ. സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ സൈന്യം സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി 1757. ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു.
1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അപ്പോൾ ബക്സാർ യുദ്ധം എപ്പോഴാണ്? 1764. പ്ലാസി യുദ്ധം 1757. ബക്സാർ യുദ്ധം 1764. ഈ ഒരു ബക്സാർ യുദ്ധത്തിൽ ഏതൊക്കെ പ്രദേശങ്ങളിലായിരുന്നു അവർ നികുതി പിടിച്ചെടുക്കാനായിട്ട് പറ്റിയത്? അവർക്ക് ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബംഗാൾ, ബീഹാർ, ഒറീസയൊക്കെ ഇവരുടെ ഇതിനകത്തായി എന്ന് പറഞ്ഞു, കസ്റ്റഡിയിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ സമിതി ഭയങ്കര രീതിയിൽ ഭരണം നല്ല രീതിയിൽ ശക്തമായപ്പോൾ മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായ ഷുജാ ഉദ് ദൗള, ബംഗാളിലെ നവാബായ മിർ ഖാസിം ഇവരുടെ സൈന്യത്തെയൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതെന്ന് നമ്മൾ പഠിച്ചു. 1757 സിറാജുദ് ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെയും ഇതിനകത്ത് പ്ലാസി യുദ്ധം നടന്നു. ഇതാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമെന്ന് പറയുന്നു. സിറാജുദ് ദൗളയും റോബർട്ട് ക്ലൈവുമാണ്. റോബർട്ട് ക്ലൈവിൻ്റെ സൈന്യം സിറാജുദ് ദൗളയെ പരാജയപ്പെടുത്തി. പിന്നെ 1764 ബക്സാർ യുദ്ധം കൂടി കഴിഞ്ഞപ്പോൾ ബംഗാൾ, ബീഹാർ, ഒറീസയൊക്കെ ഇവരുടെ നേതൃത്വത്തിലായി. ആ സമയത്ത് മുഗൾ ഭരണാധികാരിയായ ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബ് ഷുജാ ഉദ് ദൗള, ബംഗാളിലെ നവാബ് മിർ ഖാസിം ഇവരൊക്കെ ഈ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം നികുതി പിരിക്കാനുള്ള ആ ഒരു ഭരണം ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. ഇത്രയും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സിലായിട്ട് ഒരു വർഷങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പോൾ എന്താ പറയുന്നത്? 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ, അതായത് മദ്രാസിലെ തുറമുഖം അതിന് ചുങ്കവരുമാനം പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. ബ്രിട്ടീഷുകാരായിട്ടൊരു ഉപാധി വെച്ചേക്കണേണ്, നിങ്ങൾ ആ മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നമുക്ക് തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ദീർഘകാലത്തേക്ക് ഈ ഒരു മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. ഏത് വർഷം? 1639. അടുത്തൊരു പോയിന്റ്, 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. നോക്കിക്കേ, നമ്മൾ പറഞ്ഞ ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, അത് കഴിഞ്ഞിട്ട് പോടാ ബീഫ് ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമൻ ഉപഹാരമായി ലഭിച്ചത് ആ പ്രദേശമാണ് ബോംബെ എന്ന് പറയുന്നത്. ബോംബെ ഈ ഒരു പ്രദേശം പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. അപ്പോൾ 1639 മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് കൈമാറി. അതിനുശേഷം ബോംബെ പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ കല്യാണം കഴിച്ച സമയത്ത് ഈ ഒരു ബോംബെ എന്ന് പറഞ്ഞ പ്രദേശം കിട്ടി. അതും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. അടുത്തൊരു പോയിന്റ് തന്നേക്കുന്നത് 1698. നമ്മൾ 1639 നോക്കി, 1662 നോക്കി. ഇപ്പോൾ നോക്കാൻ പോകുന്നത് 1698. സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ. ഏതൊക്കെയാണ്? സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ. സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട അല്ലെങ്കിൽ ഫോർട്ട് വില്യം. അപ്പോൾ വില്യം കോട്ട ഏത് ഗ്രാമങ്ങൾക്ക് ചുറ്റും പണിതതാണ്? സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ. സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റുമായിട്ട് ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട എന്ന് പറയുന്നത്. വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി.
കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പം കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടത് എങ്ങനെയാണ്? സുധനദി, കാലിക്കട്ട്, ഗോവിന്ദ്പൂർ എന്നീ ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ ഒരു കോട്ട പണിതു. അതിൻ്റെ പേരാണ് വില്യം കോട്ട എന്ന് പറയുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പട്ടണമായി മാറി. അങ്ങനെ അതിൻ്റെ പേര് കൽക്കട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് വർഷം? 1698. 1698. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 1639 കാര്യം പറഞ്ഞു. 1662 കാദറിൻ്റെ കല്യാണം കഴിച്ചപ്പോൾ ബോംബെ എന്ന് പറഞ്ഞ പ്രദേശം കിട്ടിയ കാര്യം പറഞ്ഞു. 1698 സുധനദി, ഗോവിന്ദ്പൂർ, അതുപോലെ തന്നെ കാലിക്കട്ട എന്നീ ഗ്രാമങ്ങൾക്ക് ചുറ്റും കോട്ട പണിത്. അതിൻ്റെ പേര് വില്യം കോട്ട. ഇത് പിന്നീട് പട്ടണമായി മാറി എന്ന് പറഞ്ഞു. അതിൻ്റെ നമ്മൾ പേരെന്താണ് പറഞ്ഞത്? കൽക്കട്ട എന്ന പേര് വരുന്നതും അങ്ങനെയാണെന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്തത്, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ഇതാര് പറഞ്ഞതാണ്? റോബർട്ട് ക്ലൈവ് പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവുമാണ് ഉണ്ടായത്. റോബർട്ട് ക്ലൈവിൻ്റെ സൈന്യം സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ റോബർട്ട് ക്ലൈവിൻ്റെ ഒരു കോട്ടത് ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവാണ്. റോബർട്ട് ക്ലൈവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകളാണിത്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം, നാട്ടുരാജ്യങ്ങളെല്ലാം പല പല സ്ഥലങ്ങൾ അവർക്ക് പല പല രീതിയിലായിരുന്നു, ഒരുമിച്ച് നിന്നിട്ടൊന്നും ചെയ്തില്ല, അനൈക്യമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകൾ എന്തൊക്കെയാണ്? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ഇനി നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്? യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം. അപ്പോൾ ആംഗ്ലോ മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. അപ്പോൾ മൈസൂർ സേനയെ ആരാണ് നയിച്ചത്? ഈ ഒരു ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂരിനെ നയിച്ചത് ആരാണ്? ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ ആംഗ്ലോ മൈസൂർ യുദ്ധം എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. 4 തവണയാണ് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. അപ്പോൾ ഹൈദരാലി മരിച്ചത് 1782 ഹൈദരാലി മരണപ്പെടുന്നു. അതിനുശേഷം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് അല്ലെങ്കിൽ മൈസൂരിനെ നയിക്കുന്നത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. നമ്മൾ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. കേരള ചരിത്രത്തിൽ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഇത് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 1782 ഹൈദരാലി മരണപ്പെട്ടു. 1799 മൈസൂർ ഈ ഒരു യുദ്ധത്തിൽ 4ാം മൈസൂർ യുദ്ധം 1799 അതിൽ ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അങ്ങനെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. എത്രാമത്തേലാണ്? 4ാം മൈസൂർ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധം. പേര് നോക്കിക്കേ, ആംഗ്ലോ മൈസൂർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൈസൂർ, ആംഗ്ലോ മറാത്ത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറാത്ത രാജ്യവും. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. അപ്പോൾ സിഖുകാരുമായിട്ടുള്ള യുദ്ധമാണ് ആംഗ്ലോ സിഖ് യുദ്ധം.
ഇതിൽ സിഖുകാർ പരാജയപ്പെട്ടപ്പോഴാണ് പഞ്ചാബ് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. 1799 ബ്രിട്ടീഷുകാർ മൈസൂർ സൈന്യത്തിന് നേതൃത്വം നൽകിയ ടിപ്പു സുൽത്താനെ വധിച്ചപ്പോഴാണ് മൈസൂർ അവരുടെ അധീനതയിലായത്. അതുപോലെ ആംഗ്ലോ മറാത്ത യുദ്ധമുണ്ടായി. അതുപോലെ തന്നെ ആംഗ്ലോ സിഖ് യുദ്ധമുണ്ടായി. ഈ ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ സിഖ് പരാജയപ്പെട്ടപ്പോഴാണ് പഞ്ചാബ് ഇവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇവരുടെ കീഴിലായത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോട്ട് കടക്കാം. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായി അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയവ. അപ്പോൾ ഇവർ ഓരോ പ്രദേശങ്ങൾ കീഴടക്കി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പഞ്ചാബിനെ പിടിച്ചു, അല്ലെങ്കിൽ മൈസൂരിനെ പിടിച്ചു, അങ്ങനെ പല പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി. അപ്പോൾ ഇതിനു വേണ്ടി അവർ സ്വീകരിച്ചത് മാക്സിമം സമ്പത്ത് അവർ കൈക്കലാക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനവർ ഏർപ്പെടുത്തിയതാണ് കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയവ. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ നമുക്കൊന്ന് നോക്കാം. നികുതി നടപ്പിലാക്കിയ പ്രദേശങ്ങൾ, നടപ്പിലാക്കിയ വ്യക്തി, സവിശേഷതകൾ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. വർഷം എപ്പോഴാണ്? 1793 ഈ ഒരു വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ പഴശ്ശിരാജയുടെ ക്ലാസ് എടുത്തപ്പോൾ അതിൽ പറഞ്ഞു ഒന്നാം പഴശ്ശി കലാപം തുടങ്ങുന്നത് 1797 രണ്ടാം പഴശ്ശി 1800 1805 അപ്പോൾ ഈ വർഷങ്ങളൊക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമുക്കതിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നതനുസരിച്ച് പറയാം. ഓക്കെ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 എവിടേക്കാണ് ഈ ഒരു നികുതി നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ 3 പ്രദേശങ്ങളിലുമാണ്. ഇനി ആരാണ് നടപ്പിലാക്കിയത്? കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭുവാണ് 1793 ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ സ്ഥലങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന നികുതി ഏർപ്പെടുത്തിയത്. ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. അപ്പോൾ ഭൂമിയുടെ ഉടമകളെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സെമീന്ദാർമാർ എന്നാണ്. സെമീന്ദാർമാർ ഇവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. നമ്മൾ പറഞ്ഞു നികുതി പിരിവ്, കച്ചവടം, യുദ്ധം ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഈ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി നേരിട്ടെന്ന് പറയുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന രീതിയിൽ നിരക്കിൽ നികുതി പിരിക്കുകയാണ് ഉണ്ടായത്. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായും നൽകണമായിരുന്നു. വിളവ് കൂടിയാലോ വിളവ് കുറഞ്ഞാലോ അതൊന്നും ഇവർക്കതൊരു പ്രശ്നമല്ല. അതിന് അവർ എന്താ പറയുന്നത്, അവരൊരു നിശ്ചിതമായിട്ടുള്ളൊരു തുക കർഷകർ ഇവർക്ക് നൽകണമെന്നാണ് പറഞ്ഞിരുന്നത്. ചില സമയത്ത് വിളവ് കുറവായിരിക്കും, എന്നാലും ഇവർ പറഞ്ഞിട്ടുള്ള അത്രയും തന്നെ കർഷകർ ഇവർക്ക് കൊടുക്കണം, നികുതിയായിട്ട് നൽകണമെന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 കോൺവാലിസ് പ്രഭു ആണ് കൊണ്ടുവന്നത്. ബംഗാൾ, ബീഹാർ, ഒറീസയിലായിരുന്നു ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവെടുപ്പിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊന്നും പരിഗണിക്കാതെ എന്താണ് ചെയ്തത്? നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായിട്ട് നൽകണമെന്നായിരുന്നു ഈ ഒരു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതയായിട്ട് വരുന്നത്. റയട്ട് വാരി സമ്പ്രദായം വർഷം 1820. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വർഷം 1793. ഇത് റയട്ട് വാരി 1820. ഇനി ദക്ഷിണേന്ത്യ ഡെക്കാനിലാണ് റയട്ട് വാരി. ശാശ്വത ഭൂനികുതി എവിടെയായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ. റയട്ട് വാരി ദക്ഷിണേന്ത്യ ഡെക്കാൻ. ഇനി ആരാണ് ഈ ഒരു ഭൂനികുതി നടപ്പിലാക്കിയത്? തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും. തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. ഈ മൺറോയും റീഡുമാണ് റയട്ട് വാരി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യൻ, ഡെക്കാൻ എന്നീ പ്രദേശങ്ങളിലായിട്ട്
എന്നീ പ്രദേശങ്ങളിലായിട്ട് നടപ്പിലാക്കിയത്. ഇനി ഇതിൻ്റെ പ്രത്യേകത സവിശേഷത എന്താണെന്ന് നോക്കാം. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. നമ്മൾ പറഞ്ഞു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഭൂവുടമകൾ ആരായിരുന്നു? സെമീന്ദാർമാർ. ഇവിടെ കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചു. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് അവർ, മറ്റേന്ന് പറഞ്ഞാൽ ഭൂവുടമകളായിരുന്നു ഉയർന്ന രീതിയിൽ കർഷകരിൽ നിന്നും നികുതി വാങ്ങിച്ച് കൊടുത്തിരുന്നത്. ഇനി നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റയട്ട് വാരി സമ്പ്രദായം 1820 തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും ചേർന്ന് ദക്ഷിണേന്ത്യ, ഡെക്കാൻ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയതാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടെ കർഷകരാണ് ഭൂവുടമകളായിട്ട് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ കർഷകരിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നികുതി പിരിക്കുന്നത്. ഇനി നികുതി കൊടുക്കാത്തവരുടെ ഭൂമിയാണെങ്കിലോ അവർ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ശാശ്വത ഭൂനികുതിയിലോ? ശാശ്വത ഭൂനികുതിയിൽ 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വന്നത്. അതെവിടേക്കായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസയിലായിരുന്നു. അതുപോലെ തന്നെ ആരാണ് നേതൃത്വം നൽകിയത്? കോൺവാലിസ് പ്രഭു ആയിരുന്നു. അവിടെ ഭൂവുടമകളായിരുന്നത് സെമീന്ദാർമാരാണ്. ഇവരാണ് ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു കൊടുത്തത്. ഇവർക്ക് ഈ ഒരു വിളവെടുപ്പിൽ ഏറ്റക്കുറച്ചിലുകളൊന്നും പരിഗണിക്കാതെ നിശ്ചിത തുക തന്നെ കർഷകർ നൽകണമെന്നതായിരുന്നു. ക്ലിയർ ആയല്ലോ? റയട്ട് വാരി 1820. ദക്ഷിണേന്ത്യൻ, ഡെക്കാണ്. തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ്. കർഷകർ തന്നെയാണ് ഭൂവുടമകൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793. ബംഗാൾ, ബീഹാർ, ഒറീസ, കോൺവാലിസ് പ്രഭുവാണ് ഭൂവുടമകളായിരുന്നത്. സെമീന്ദാർമാരാണ്. അടുത്തത് മഹൽവാരി സമ്പ്രദായം. 1822 എവിടെയെല്ലാമായിരുന്നു? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിലായിരുന്നു മഹൽവാരി. ഇനി ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ഹോൾട്ട് മെക്കൻസി ആണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ 1822 മഹൽവാരി സമ്പ്രദായം എവിടേക്കാണ്? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. നേതൃത്വം നൽകിയത് ഹോൾട്ട് മെക്കൻസിയാണ്. എന്താണ് ഇവിടുത്തെ സവിശേഷത? ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. എന്താ പറഞ്ഞത്? നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് പ്രസ്താവന രീതിയിൽ വരും. ചിലപ്പോൾ പറയും 1820 മഹൽവാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷതയായിരുന്നു ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിക്കുക എന്നുള്ളത്. ശരിയാണോ? ശരിയല്ല, തെറ്റാണ് അല്ലേ? വർഷം തെറ്റി. 1822 മഹൽവാരി വരുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളാണ്? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ആരാണ് നേതൃത്വം നൽകിയത്? ഹോൾട്ട് മെക്കൻസി ആണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയാണ് നികുതി പിരിച്ചത്. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പഠിച്ച ഈ ഒരു 3 നികുതി സമ്പ്രദായങ്ങൾ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ 1793 ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു. എന്താ സവിശേഷത? ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാരാണ്. അവർ ഉയർന്ന രീതിയിൽ നികുതി പിരിച്ചു കൊടുത്തുവരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഏറ്റക്കുറച്ചിലുകളൊന്നും അവരങ്ങനെ പരിഗണിച്ചിരുന്നില്ല. നിശ്ചിത തുക അവർക്ക് നൽകണമായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് റയട്ട് വാരിയാണ്. റയട്ട് വാരി 1820 ഏതൊക്കെ പ്രദേശങ്ങളാണ്? ദക്ഷിണേന്ത്യൻ, ഡെക്കാണും. ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത്? തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ്. ഇവിടുത്തെ പ്രത്യേകത കർഷകരാണ് ഭൂവുടമകളായിട്ട് പരിഗണിച്ചത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് കർഷകരിൽ നിന്നാണ് നികുതി പിരിച്ചത്. ഇനി നികുതി കൊടുക്കാത്ത കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് മഹൽവാരിയാണ്. 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളെ ഹോൾട്ട് മെക്കൻസിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇവർ നികുതി പിരിച്ചിരുന്നത്. ഇനി ഈ ഒരു നികുതി വീഴ്ച വരുത്തുന്ന ഗ്രാമങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഈ 3 സംഭവങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലനേഷൻ തന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതനുസരിച്ച് ശ്രദ്ധയോടെ തന്നെ ഇത് പഠിക്കുക. ഓക്കെ,
നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു പാരഗ്രാഫ് ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിൻ്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പണമിടപാടുകാരിൽ നിന്നും പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. അപ്പോൾ ഏതൊക്കെ നാണ്യവിളകളാണ് കൃഷി ചെയ്യാൻ ഇവർ പറഞ്ഞത്? നീലം, പരുത്തി തുടങ്ങിയവ. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഇവർ ആദ്യം ഭക്ഷ്യവിളകളായിരുന്നു. എന്നാൽ ഈ ഭൂമികളൊക്കെ ഓരോന്ന് പിടിച്ചെടുത്തതിന് ശേഷം നാണ്യവിളകൾ പറ്റില്ല, നീലം, പരുത്തി എന്നീ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള നാണ്യവിളകളാണ് കൃഷി ചെയ്യാനായിട്ട് പറ്റിയത്. ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്തത്. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരികളെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. അതൊരു പാരഗ്രാഫായിട്ട് കൊടുത്തിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഒരുപാട് നികുതി സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു. അത് കർഷകരെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കി. അവർ പണമിടപാടുകാരിൽ നിന്ന് കടം വാങ്ങിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളെ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഒരു 4 പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. വിള കൂടുകയോ കുറയുകയോ അതിൻ്റെ ഏറ്റക്കുറിച്ചിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതൊന്നും അവിടെ ഒരു പ്രശ്നമായിരുന്നില്ല. അവർക്ക് കൊടുക്കേണ്ട നികുതി അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ പറഞ്ഞത്. അപ്പോൾ അവർ കൃഷിനാശം സംഭവിച്ചപ്പോഴും നികുതി ഇളവ് ലഭിച്ചില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരികളെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽ പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ക്ലിയർ ആയല്ലോ? ഈ 4 പോയിന്റ്സും തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു 4 പോയിന്റ്സും ഓർത്ത് വെക്കുക. കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യെണ്ണ തുടങ്ങിയ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. അപ്പോൾ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞു. ഇത് കൈത്തൊഴിലാളികളുടെയാണ്. കൈകൊണ്ട് ചെയ്തിരുന്ന കൈകൊണ്ട് ഈ പറഞ്ഞ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രവും തുകലും ഭക്ഷ്യെണ്ണയൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഈ ബ്രിട്ടീഷുകാർ ഇവർ യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇതിന് വലിയ എന്താ പറയുക നല്ല രീതിയിൽ അവർക്ക് ആ ഒരു വരുമാനം ഉണ്ടാക്കാനൊന്നും സാധിക്കാതെ വന്നപ്പോൾ ഒരുപാട് പേര് കൈത്തൊഴിലാളികൾ അവരുടെ ആ ഒരു പരമ്പരാഗതമായ കൈത്തൊഴിൽ പോലും ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധിതമായിട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും പറയണത്. ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അത്തരത്തിലുള്ള ചില കലാപങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പം നമ്മൾ പറഞ്ഞ് ഒരുപാട് ചൂഷണങ്ങളുണ്ടായി. അപ്പം ജനങ്ങൾ എന്ത് ചെയ്തു? തിരിച്ച് അവർക്കെതിരെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഈ കലാപങ്ങളെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിന് മുമ്പ് ചെറിയൊരു ബോക്സ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ഭാഗം ഞാൻ എടുത്തിട്ടുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ബങ്കിം ചാറ്റർജിയുടേതാണ് ആനന്ദമഠം അല്ലേ? ആനന്ദമഠം ആരുടേതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷ. അപ്പോൾ ആനന്ദമഠം ബംഗാളി ഭാഷ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. നോക്കിക്കേ, ബാബ ശരിയല്ലേ? ആനന്ദമഠം ബംഗാളി ഭാഷ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം ബംഗാളി ഭാഷ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇതൊരു നോവലാണ്. ആ നോവലിൽ എന്താണ് പറയുന്നത്? അന്നത്തെ ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായത്. ജനങ്ങളുടെ ദുരിതത്തെ പറ്റി ആനന്ദമഠം ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് പറഞ്ഞത്. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടു.
സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പത്തക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. നമ്മളെന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു, ബംഗാളിലെ ക്ഷാമവുമായി റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. ആനന്ദമഠം ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് തന്നത്. അപ്പോൾ അതിലെന്താണ്, ദരിദ്രരായ കർഷകരും തൊഴിലാളികളൊക്കെ ഇതിൻ്റെ ഭാഗമായി അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് നിന്നു. അങ്ങനെ ആ ഒരു കർഷകരുടെ കലാപത്തിന് ആരാണ് പിന്തുണ നൽകിയത്? സന്യാസിമാരായിരുന്നു. അങ്ങനെ നമുക്കത് സന്യാസി കലാപം എന്ന് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സന്യാസിമാരോടൊപ്പം തന്നെ ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ നിന്നു. അപ്പോൾ ഈ സന്യാസി ഫക്കീർ കലാപമായി. സന്യാസി ഫക്കീർ കലാപത്തിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? ഭവാനി പത്തക്കും മജ്നു ഷാ എന്നിവരുമായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സന്യാസി ഫക്കീർ കലാപത്തിന് ആരൊക്കെയാണ്? ഭവാനി പത്തക്, മജ്നു ഷാ. ഭവാനി പത്തക്, മജ്നു ഷാ. ഭവാനി പത്തക്, മജ്നു ഷാ ആയിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. വന്ദേ മാതരം 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതിൽ നിന്നാണ് എടുത്തത്? 1882 ബംഗാളി ഭാഷയിൽ ആര് രചിച്ചു? ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മൾ നേരത്തെ പറഞ്ഞ ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നിന്നാണ് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഈ ഒരു വന്ദേ മാതരത്തിൽ ആ ഒരു നോവലിൽ ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ 1882 ബംഗാളി ഭാഷ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ആനന്ദമഠം നോവല്, വന്ദേ മാതരം. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിൽ ബോക്സിൽ തന്നിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർഷക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. ഏത് വർഷമാണ്? 1859 ബംഗാളിൽ നീലം കർഷക കലാപം നടന്നത്. ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അപ്പം ബ്രിട്ടീഷുകാരായിട്ടുള്ള തോട്ടക്കാർ എന്താണ് ചെയ്തത്? ഗ്രാമപ്രദേശങ്ങളിൽ ഇവരൊരു ഫാക്ടറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഈ അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നിർബന്ധത്താൽ ഇവരെന്ത് ചെയ്തു? അമരിച്ചെടി കൃഷി ചെയ്യാൻ പറ്റി. എന്നാൽ ഈ കൃഷി ചെയ്തു വരുന്ന സമയം കർഷകർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഇത് വിൽക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുപോലെ നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞ് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ബംഗാളിലെ നീലം കർഷകരുടെ 1859 ഈ അമരിച്ചെടി അല്ലെങ്കിൽ നീലം കൃഷി ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാരെ നിർബന്ധിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഇത് വിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുമാത്രമല്ല, നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് ബ്രിട്ടീഷുകാർ കർഷകർക്ക് നൽകിയത്. അങ്ങനെ ഭക്ഷ്യക്ഷാമം, ചൂഷണം ഇതെല്ലാം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി. കൃത്രിമ ചായം കണ്ടെത്തിയപ്പോൾ എന്ത് പറ്റി? കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് ദാരിദ്ര്യമൊക്കെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയും ചെയ്തു. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പോയിൻറ്റ്സ് ആണ്, അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ്. വർഷം നോക്കുക. ബംഗാളിലെ നീലം കർഷക സമരം 1859. നമ്മൾ പറഞ്ഞ 1859 ബംഗാളിലെ നീലം കർഷക സമരം എന്ന് പറഞ്ഞു. അപ്പം നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വസിൻ്റെയും ദിഗംബറും വിഷ്ണു ബിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ബംഗാളിൽ ഉടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ 1859 നീലം കലാപം ദിഗംബർ ബിശ്വാസിൻ്റെയും വിഷ്ണു ബിശ്വാസിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ഒരു കലാപം നടന്നത്. നീൽ ദർപ്പൺ
ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. അപ്പം നമുക്ക് നോക്കാം, നീൽ ദർപ്പൺ ആരുടേതാണ്? ദീനബന്ധു മിത്ര. ഇതൊരു നാടകമാണ്. 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ, ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ, ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ, ദീനബന്ധുമിത്ര 1860. ഇതൊരു നാടകമാണ്. എന്താണ് ഇതിൻ്റെ പ്രമേയം? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിയാണ് നീൽ നീലം നീലം ദീനബന്ധു മിത്ര 1860. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്രജന വിഭാഗമാണ്. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ദോവിനെയും കാനുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അന്യായമായി സാന്താൾ കലാപം മാറി. ഇപ്പം തന്നിരിക്കുന്ന പാരഗ്രാഫ് എന്താ? സാന്താൾ കലാപം എവിടെ നടന്നു? രാജ്മഹൽ കുന്ന്. ഏത് പ്രവിശ്യ? ബംഗാളിലെ രാജ്മഹൽ കുന്നിലാണ്. ഏത് വർഷം? 1855. 1855 രാജ്മഹൽ കുന്നുകളിലാണ്. നേതൃത്വം നൽകിയത് സിദ്ദുവും കാനുവും. ഇവരെ ബ്രിട്ടീഷുകാർ വധിക്കുകയുണ്ടായി. അപ്പോൾ സാന്താൾ കലാപം 1855, സിദ്ദു കാനു, രാജ്മഹൽ കുന്നുകൾ. 1855 സാന്താൾ കലാപം, സിദ്ദുവും കാനുവുമാണ് നേതൃത്വം നൽകിയത്. രാജ്മഹൽ കുന്ന് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലായിരുന്നു. ഇതൊരു ഗോത്രജന വിഭാഗങ്ങളാണ്. ഇവർ പരാജയപ്പെട്ടെങ്കിലും ചരിത്രത്തിൽ ഒരു സുപ്രധാന അധ്യായമായിട്ട് സാന്താൾ കലാപം മാറുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും സ്ലൈഡ്സ് ഇത്രയും നോട്ട്സാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധിനിവേശവും ചെറുത്തുനിൽപ്പ് 8-ാം ക്ലാസ്സിൽ 1-ാമത്തെ ചാപ്റ്ററിൽ ഒരു വലിയ ചാപ്റ്ററാണ്. നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് അത് തീരില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ 2-ാമത്തെ ക്ലാസ്സുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.